ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 2 ഓഫ് വട്ടവട. അങ്ങനെ വട്ടവടയിൽ ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയായതുകൊണ്ട് നല്ല ലേറ്റായി പുറത്തോട്ടൊക്കെ പോകാൻ. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയി. അങ്ങനെ വ്യൂ പോയിന്റ് കണ്ട് ഞങ്ങൾ നേരെ വിട്ടതൊരു പ്ലാന്റേഷൻ കാണാനായിരുന്നു. എന്ത് പ്ലാന്റേഷൻ എന്നറിയില്ല, പക്ഷെ പ്ലാന്റേഷൻ എന്നാ പറഞ്ഞേ. എല്ലാരും വിളിച്ചു. ഹായ് ചലോ. കുറച്ച് കഷ്ടപ്പെട്ടത് പറയാ. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. മാല ഉണ്ടോ മറ്റേ കുരിശിന്റെ? കൈ തന്നെ പോയില്ലേ? എന്തത് ഊട്ടിപ്പോ എന്നൊക്കെ പറയുന്നു. ഊട്ടിപ്പോ എല്ലാരും പറയുന്നുണ്ട്. ഊട്ടിപ്പോ എന്താ പിടിച്ചോ? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ഇതേ തക്കാളിയാണ് കേട്ടാ. തക്കാളിയാ? മുള്ളുണ്ട്. തക്കാളിയാണ്. എനിക്ക് വേണോ അത്? ആരെങ്കിലും കൈ കാണിക്കും. ഇത് സ്ലീവ് ആയിട്ട് ഞാൻ ചെയ്യാം. നമ്മളിങ്ങനെ ഒട്ടിക്കണം. വരുവോ? വന്നില്ലെങ്കിൽ കോമഡിയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വന്ന് വെള്ളം വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഊട്ടിപ്പൂവും പറിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ചെടികളും പൂക്കളും ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. വേറൊരു കളറേ അല്ലേ? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറി നേരെ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് എത്തി. ഈ വ്യൂ പോയിന്റിനെയൊക്കെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നല്ല വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ സ്ട്രോബെറി തോട്ടത്തിലേക്ക് വിട്ടു. സ്ട്രോബെറിയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ പോയതായിരുന്നു, പക്ഷെ ഞങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കടയിൽ നിന്ന് 3-4 പാക്കറ്റ് സ്ട്രോബെറി മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. നേരെ ഞങ്ങൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് അപ്പോൾ തിരിച്ചാലേ രാത്രിയെങ്കിലും വീട് പിടിക്കാൻ പറ്റുമെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ബ്ലോക്കിൽ കിടന്നുകൊണ്ട് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് വന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് പിന്നെ അവിടുത്തെ കുറച്ച് ചെടിയും മരവും മലയും ഒക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ നേരെ എല്ലാം ഞങ്ങളുടെ കാറിലേക്ക് തട്ടി ഞങ്ങൾ നിന്ന റിസോർട്ടിനും അവിടെ ഉണ്ടായിരുന്ന അങ്കിളിനും ആൻറ്റിക്കും ഒക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
തിരിച്ചു പോയപ്പോഴും ബ്ലോക്കിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി ഓരോ കടയിലും കണ്ട സ്നാക്സും മുറുക്കും കപ്പലണ്ടി മിഠായും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ തിന്നാണ് ഞങ്ങൾ ബ്ലോക്കിൽ സമയം ചെലവഴിച്ചത്. പിന്നെ ഇതുപോലെ കുറേ ഡാൻസ് ടീംസും അവരുടെ കുറേ ഡാൻസും ഒക്കെ കണ്ട് എല്ലാവരും അങ്ങ് ബ്ലോക്കിൽ വൈബ് പിടിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ 3:50 ഞങ്ങൾ മൂന്നാർ വിട്ടിട്ടുണ്ടായില്ല. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. അങ്ങനെ ഉച്ചയ്ക്ക് വട്ടവടയിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ മൂന്നാർ കഴിയാൻ തന്നെ വൈകുന്നേരം 6-6:30 പിന്നീട് ഒരിടത്ത് നിർത്തി ഞങ്ങൾ നല്ല സുഖമായിട്ട് വണ്ടിയിൽ കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോ എടുക്കാനും മറന്നുപോയി. അപ്പോൾ അത്രയേ ഉള്ളൂ വട്ടവടയുടെ ട്രാവൽ ബ്ലോഗ്. സോ ബൈ.